എങ്ങനെയുണ്ടായിരുന്നു സിനിമ? പ്രേക്ഷകരുടെ മുന്നിലിരുന്ന് സിനിമ കാണുന്ന ശേഷം ഭയങ്കര സന്തോഷം. ആക്ച്വലി നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. കാരണം നമുക്ക് ഞങ്ങളുടെ ഒരു കുറച്ച് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ മൂവി വരുന്നത്. അപ്പോൾ അതിന് ഒരു പോസിറ്റീവ് റെസ്പോൺസാണ്. നമുക്ക് ഈ പറഞ്ഞ ഒരു എന്താ ടെക്നിക്കലി അതിനൊരു ഒരു ഓവർ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഭയങ്കര ഈസിലി എല്ലാവർക്കും കഥാ പരിപാടിയെല്ലാം നല്ലതായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഫൈറ്റിനും അതിനൊക്കെ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. സിനിമ എല്ലാവരും കണ്ടവരെല്ലാവരും സിനിമയെ പറ്റി പറഞ്ഞു സിനിമ ടെക്നിക്കലി ഭയങ്കര റിച്ച് ആണെന്നാണ്. അപ്പം ഇതിലെ കുറേ സംഭവങ്ങൾ ഇപ്പം ഇന്ന് ടെക്നിക്കലി ഇത്ര അഡ്വാൻസ് ആയിട്ട് നിൽക്കുന്നതിനേക്കാളും ആ ഷൂട്ട് ചെയ്ത സമയത്ത് അത്രത്തോളം ആയിരിക്കണമെന്നില്ല. അപ്പം അത് വലിയൊരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയിരുന്നു. അത് നമ്മൾ അന്ന് ആ കാലഘട്ടത്തിലുള്ള ഒരു ഫെസിലിറ്റീസ് വെച്ചിട്ടാണ് നമ്മൾ ഫിലിം ചെയ്തത്. ഇപ്പം മാറിയല്ലോ, ഇപ്പം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി. ഇപ്പോൾ ഡേ ബൈ ഡേ അഡ്വാൻസ്ഡ് ആണ്. അപ്പം നമ്മൾ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് അന്ന് ട്രൈ ചെയ്തിരുന്നത്. അതുകൊണ്ട് ഓൾമോസ്റ്റ് സെറ്റാണ്. എയുടെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം അന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ട്? അന്നില്ല, അന്ന് ആക്ച്വലി ഇല്ല. ഇപ്പം സിനിമ ഒരുപാട് സിനിമകളിൽ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സാറാണ്. അത് വലിയൊരു പ്രഷറായിട്ട് തോന്നുന്നുണ്ട്. രണ്ടാമത്തെ ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും പ്രേക്ഷകരെ പത്രത്തിൽ എക്സ്പെക്ട് ചെയ്യും എന്നുള്ളൊരു പ്രഷർ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇല്ല, ആക്ച്വലി ഇത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ ഫിലിം ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. കാരണം അത് ടെക്നിക്കലി നമുക്ക് ഇതിൻ്റെ എഡിറ്റും ഒരു വേറെ സ്റ്റൈലാണ്. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വിഷയം. ശരിക്കും ഇതിൻ്റെ സിനിമ ഞാൻ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു ഫാമിലി ഓഡിയൻസ് കണക്ട് ആവുന്ന ഒരു സിനിമയാണെങ്കിൽ നമുക്കൊരു എ സർട്ടിഫിക്കറ്റ് കിട്ടിയത് ചിലപ്പോൾ ഒരു ബാരിയർ ആവും തോന്നുന്നുണ്ട്. ആക്ച്വലി എ സർട്ടിഫിക്കേഷൻ പണം കണ്ടില്ലേ അതിനകത്ത് ഇതിൻ്റെ ഒരു അത് മനസ്സിലായി കാണുമല്ലോ. നമുക്കത് സ്പോയിലർ ആവുന്നുണ്ട് പറയുന്നില്ല. ഏത് ഫാമിലിക്ക് ആർക്കും വേണമെങ്കിലും കാണാവുന്നതാണ്. അങ്ങനെ ഒരു എക്സ്ട്രീം വയലൻസോ കാര്യങ്ങളോ ഇല്ല. എ സർട്ടിഫിക്കേഷൻ കിട്ടിയതിനകത്ത് ഈ ഡ്രഗ്സിൻ്റെ ഒക്കെ പ്രൊഡക്ഷനും അങ്ങനത്തെ ഇതിനൊക്കെയാണ് നമുക്ക് കൂടുതൽ ഇത് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ സിനിമ ഇറങ്ങിയതിന് ശേഷം ഏറ്റവും വലിയ ഹൈ ആയിട്ട് തോന്നുന്നത് എന്താണ്? ഹൈ ആയിട്ടാണ് നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ പറയുന്ന എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഫീഡ്ബാക്ക് വരുന്നുണ്ട്. ഇനിയും ബാക്കിയുള്ള ഫീഡ്ബാക്ക് കൂടെ വന്നിട്ട് അറിയാം. ഇതിലിപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ ആകാശിനെ കാസ്റ്റ് ചെയ്യാനുള്ള എൻ്റെ ഒരു പ്രധാനപ്പെട്ട ആകാശിന് ആക്ച്വലി നമ്മളൊരു പുതിയൊരു ഹീറോയാണ് ഇതിന് വേണ്ടത്. സബ്ജക്റ്റ് മനസ്സിലായല്ലോ. അപ്പോൾ അതിനകത്ത് എനിക്കൊരു പുതിയ ഫേസിനെ വേണം. അങ്ങനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യുന്നത്.